പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് നമസ്കാരം. തന്നേക്കാൾ ഇരട്ടിയിലേറെ പ്രായമുണ്ടായിട്ടും രാജിക്ക് വാസുവേട്ടനോട് പ്രണയമായിരുന്നു. എന്നാൽ ചെട്ടിയാരുടെ ഒപ്പം താമസിച്ച് പടം തീർക്കാനുള്ള തുക കണ്ടെത്താനാണ് വാസുദേവൻ നായർ എന്ന വാസുവേട്ടൻ രാജിയോട് ആവശ്യപ്പെട്ടത്. അന്ന് ആത്മഹത്യയിൽ നിന്നും ജീവൻ രക്ഷിക്കപ്പെട്ട് മലയായിലെത്തുന്ന രാജിയെ തിരിച്ച് മദിരാശിയിലെത്തിക്കുക എന്നതാണ് ഇപ്പോൾ അയാളുടെ ലക്ഷ്യം. കാരണം രാജി അഭിനയിച്ച സിനിമ അത്ര വിജയമായിരുന്നു. മാധുര്യം തുളുമ്പുന്ന വാക്കുകൾ കൊണ്ട് പെണ്ണിൻ്റെ മനസ്സിനെ ആവശ്യം വരുമ്പോൾ മാത്രം പൊതിയുന്ന പുരുഷന്മാരുടെ പ്രതിനിധിയാണ് വാസുവേട്ടൻ. വായിക്കാം 4-ാം ഭാഗം 4-ാം അധ്യായം. കണക്കിലേറെ ചിന്തകൾ തള്ളിക്കയറുമ്പോൾ തലച്ചോറ് മരവിക്കുന്നതായി തോന്നും. പിന്നെ ഒന്നിനെക്കുറിച്ചും ആലോചിക്കാൻ കഴിയില്ല. ആകപ്പാടെ ഒരു ലാഘവം അനുഭവപ്പെടും. മൂളിപ്പാട്ട് പാടാനാണ് അപ്പോൾ തോന്നുക. രാജി അക്ഷരവ്യക്തതയില്ലാതെ മൂളി. ഈ നല്ല രാത്രിയിൽ, ഈ വസന്തരാത്രിയിൽ ഇതളിതളായി ഇതളിതളായി ഇന്നെൻ്റെ സ്വപ്നങ്ങൾ പൂത്തുവിടർന്നു. മൂളിക്കഴിഞ്ഞപ്പോൾ ചിരിക്കാനാണ് തോന്നിയത്. പാടാൻ കണ്ടൊരു പാട്ടേ, എത്ര വിചിത്രം! ഇതൊരു നല്ല രാത്രിയല്ല. ഇന്ന് സ്വപ്നങ്ങൾ വിടരുകയുമില്ല. പേക്കിനാവുകൾ പല്ലിളിച്ച് ചീറുകയാണ്. അത് മറന്നു കളയണമെന്ന് തീരുമാനിച്ചവ. വിഷമം പിടിച്ച ഒരു രംഗത്തിൻ്റെ ഷൂട്ടിംഗ് ഒരുവിധം കഴിഞ്ഞുവല്ലോ എന്ന് സമാധാനിച്ച് മേക്കപ്പ് അഴിക്കാനിരിക്കുമ്പോൾ ഡയറക്ടർ ആളെ വിട്ടു വിളിപ്പിക്കുന്നു. തീർന്നില്ല, ഒരു റീടേക്ക് കൂടി വേണം. വിളിക്കട്ടെ, ഇനി അനുസരിക്കേണ്ട കാര്യമില്ല. മുഖത്ത് എന്നൊരാട്ട് വെച്ചു കൊടുക്കാൻ ആരോടും ചോദിക്കണ്ട. ഇന്ന് താൻ സ്വതന്ത്രയാണ്. അതെ, സ്വതന്ത്ര. എന്നാലും മനസ്സിനൊരു അസ്വാസ്ഥ്യം. കിടക്കയിൽ ഒരു വശം തിരിഞ്ഞു കിടന്നു. കണ്ണുകളെ മുറിയിൽ അലക്ഷ്യമായി മേയാൻ വിട്ടുകൊണ്ട്. സാരി മാറിയിട്ടില്ല, വിളക്കണച്ചിട്ടില്ല. ഒന്നിനും തോന്നുന്നില്ല. ഒന്നിലും ഒരു താല്പര്യവുമില്ല. മണി 11 കഴിഞ്ഞു. ഒച്ചയും അനക്കവുമില്ല. അമ്മ കിടന്നിരിക്കുമോ? കിടക്കുന്നതിന് മുമ്പ് തൻ്റെ അടുത്ത് വന്നിരുന്ന് കുറച്ചു നേരം വർത്തമാനം പറയാറുണ്ടല്ലോ. ഇന്ന് വന്നില്ല. തലവേദനയല്ലേ എന്ന് കരുതി വേണ്ടെന്ന് വെച്ചതാവും. ഉറങ്ങുകയാണെങ്കിൽ ഉറങ്ങട്ടെ എന്ന് കരുതിയിരിക്കും. തലവേദന ഏറ്റവും എളുപ്പം പറഞ്ഞു ഫലിപ്പിക്കാവുന്ന നുണ. വാസ്തവത്തിൽ ഉള്ളത് തല പൊട്ടിത്തെറിക്കാഞ്ഞിട്ടുള്ള വേദനയാണ്. തൻ്റെ മാത്രമല്ല, ലോകത്തിലെ സമസ്ത മനുഷ്യരുടെയും തല പൊട്ടിത്തെറിക്കണം. ഒരൊറ്റ ബോംബ് കിട്ടിയിരുന്നെങ്കിൽ എല്ലാം ചുട്ടു ഭസ്മമാക്കാമായിരുന്നു. ഈ ലോകം നിലനിന്നിട്ട് ആർക്കെന്താദായം? ആദായം, അതെ, ആദായം. ആദായത്തിനാണല്ലോ പ്രാധാന്യം. ആദായത്തിലാണ് എല്ലാവരുടെയും നോട്ടം. കീശ നിറയ്ക്കണം. അതിനുവേണ്ടി എന്തും ചെയ്യാം. എന്ത് വേഷവും കെട്ടാം. എന്ത് നാണക്കേടും പ്രവർത്തിക്കാം. തിന്നത് ഛർദ്ദിക്കാം. ഛർദ്ദിച്ചതെടുത്ത് ഭക്ഷിക്കുകയുമാവാം. ഒട്ടും മാന്യതക്കുറവില്ല. ഇല്ല തന്നെ. അതല്ലെങ്കിൽ ആദായത്തിനു വേണ്ടി തന്നെ വിൽക്കാൻ തുനിഞ്ഞ വാസുവേട്ടൻ ഇപ്പോൾ വീണ്ടും വാസുവേട്ടനോ? വാസുവേട്ടൻ എന്നേ മരിച്ചു, ചത്തു. ഇപ്പോൾ എഴുത്തയച്ചിരിക്കുന്നത് കീശ വീർപ്പിക്കാൻ പരാക്രമമടിക്കുന്ന പ്രൊഡ്യൂസർ വാസുദേവൻ നായരാണ്. സ്റ്റുഡിയോ ഭാഷയിൽ പറഞ്ഞാൽ വാസു മുതലാളി, അല്ലെങ്കിൽ വെറും ആശാൻ. സത്യത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ വാസു മുതല. അതെ, മുതല. കണ്ണീർ പൊഴിച്ചാൽ ദംസ്റ്റർ പിളർക്കുന്നത് ആരും കാണില്ലെന്ന് കരുതുന്ന വാസു മുതല. കഴിഞ്ഞത് മറക്കൂ. അസഖ്യമായ നിരാശ തോന്നിയപ്പോൾ എൻ്റെ വിട്ടിത്തം കൊണ്ട് ഞാനൊരറ്റ കൈ ചെയ്യാൻ നോക്കിയതാണ്. എനിക്ക് മാപ്പ് തരൂ എൻ്റെ രാജി. ചലച്ചിത്ര ലോകത്തിൽ അതിശോഭനമായൊരു ഭാവി നിന്നെ കാത്തിരിക്കുകയാണ്. അതിൻ്റെ പേരിലെങ്കിലും എൻ്റെ അപേക്ഷ സ്വീകരിച്ചു തിരിച്ചു വരൂ. അതിശോഭനമായ ഭാവി തനിക്കോ, അതോ തന്നെ വിറ്റുണ്ണാൻ കാത്തിരിക്കുന്ന വാസുദേവൻ മുതലയ്ക്കോ? തലൈമകൾ വമ്പിച്ച വിജയമായിരിക്കുന്നു. പുതുമുഖം രാജേശ്വരി രായ്ക്ക് രാമാനം വലിയ താരമായി ഉയർന്നിരിക്കുന്നു. കരാറിൻ പടി ചുളുവിൽ 2 പടം കൂടി പിടിക്കാം. ഫൈനാൻസിയേഴ്സിനെ കിട്ടാൻ ഒരു ഞെരുക്കവും ഉണ്ടാവില്ല. ഡിസ്ട്രിബ്യൂട്ടേഴ്സ് മേക്കോണം കെട്ടി വാങ്ങിച്ചുകൊള്ളും. ബാങ്ക് അക്കൗണ്ടിൽ പൂജ്യങ്ങൾ എങ്ങനെ ഉരുണ്ടുരുണ്ട് കയറും. ഹോ, തൻ്റെ ഭാവിയിൽ എന്തൊരു താല്പര്യമാണ് വാസുവേട്ടന്. വാസു മുതലേക്ക് ചെറുവിരലിൻ്റെ നഖം കടിച്ചു തുപ്പി. കുറേ നേരം തട്ടിലേക്ക് മിടിച്ചു നോക്കിക്കൊണ്ട് കിടന്നപ്പോൾ കത്തൊരു പ്രാവശ്യം കൂടി വായിക്കണമെന്ന് തോന്നി.
കൈനീട്ടി ഡ്രസ്സിംഗ് ടേബിളിൽ നിന്നെടുത്ത് സാവധാനത്തിൽ തുറന്നു. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഏറ്റവും പ്രിയപ്പെട്ട ആണത്രേ, ഏറ്റവും പ്രിയപ്പെട്ട രാജി. ഏറെ ആശങ്കയോടെയും അതിലേറെ പശ്ചാത്താപത്തോടെയും, പശ്ചാത്താപം ഫുയ് പച്ചക്കള്ളം, പശ്ചാത്താപത്തോടെയാണ് ഞാനിത് എഴുതുന്നത്. അവജ്ഞയോടെയും കോപത്തോടെയുമാണ് നീ ഇത് സ്വീകരിക്കുക എന്നെനിക്കറിയാം. അതിലെനിക്ക് പരിഭവിക്കാൻ അവകാശമില്ല. തെറ്റ് എൻ്റേതാണെന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട് അല്ലേ വാസുവേട്ടാ? എങ്കിലും നീ ഇത് ശ്രദ്ധയോടെ വായിക്കുമെന്നും വായിച്ചു കഴിയുമ്പോൾ എനിക്ക് മാപ്പ് നൽകുമെന്നും, മാപ്പ് തരണം അല്ലേ, ആശിച്ചുകൊണ്ടാണ് ഞാനിത് എഴുതുന്നത്. ആദ്യമായി ഒരു സന്തോഷ വർത്തമാനം എഴുതട്ടെ. തലൈമകൾ ഒരു വൻപിച്ച വിജയമായിരിക്കുന്നു. ആദ്യത്തെ 2 ആഴ്ചയിൽ മദിരാശിയിലെയും തമിഴ്നാട്ടിലെയും മറ്റ് പ്രധാന നഗരങ്ങളിലെയും റെക്കോർഡുകൾ ഭേദിച്ചിരിക്കുന്നു. ഈ നിലയ്ക്ക് പോയാൽ മദിരാശിയിൽ 25 ആഴ്ച ഓടുമെന്നതിൽ സംശയമേ ഇല്ല. 50 ആഴ്ചയെങ്കിലും ഓടുമെന്നാണ് പലരും കണക്കാക്കുന്നത്. ഈ വിജയത്തിന് കാരണം നീയാണ്, നീ മാത്രമാണ്. ഞാൻ മുഖസ്തുതി പറയുക അല്ല. പത്രങ്ങളെല്ലാം നിന്നെ മുക്തകണ്ഠം പ്രശംസിച്ചിട്ടുണ്ട്. നീയാണ് ചിത്രത്തിൻ്റെ ജീവൻ എന്നതിൽ അഭിപ്രായ വ്യത്യാസമേ ഇല്ല. നിന്റെ അഴകും അഭിനയപാഠവും തമിഴ് സിനിമാ ലോകം ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരനുഭവമാണെന്ന് ഒരു പത്രം എഴുതിയിരിക്കുന്നു. മലേഷ്യയിൽ നിന്ന് ഒരു മലയാളി പെൺകിടാവ് വന്ന് തമിഴകം പിടിച്ചടക്കിയിരിക്കുന്നുവെന്ന് മറ്റൊരു പത്രം. ഇങ്ങനെ ഓരോ പത്രമാസികകളും ക്ലിപ്പിങ്ങുകൾ വഴിയെ അങ്ങോട്ട് അയക്കുന്നുണ്ട്. അവ കണ്ടു കഴിയുമ്പോൾ നിനക്ക് ബോധ്യം വരും. ഉള്ളതിലും എത്രയോ കുറച്ചേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ എന്ന്. സ്വാഭാവികമായും ഈ വിജയത്തിൽ എനിക്ക് അതിരറ്റ സന്തോഷമുണ്ട്. എൻ്റെ പടം വിജയിച്ചതിലുള്ള സന്തോഷമല്ല, സത്യം പറഞ്ഞാൽ സത്യമല്ലാതെ ഒന്നും പറയാത്ത കലികാല ഹരിചന്ദ്രൻ. സത്യം പറഞ്ഞാൽ ഈ വിജയം കൊണ്ട് എനിക്കൊരു നേട്ടവുമില്ല. ലാബറട്ടറിയിൽ നിന്ന് പ്രിന്റുകൾ കിട്ടാനും മറ്റ് ബാധ്യതകൾ തീർക്കാനും മറ്റുമായി പടത്തിൻ്റെ ബാക്കിയുണ്ടായിരുന്ന റൈറ്റുകളെല്ലാം പൊട്ടാപ്പെട്ട വിലയ്ക്ക് വിൽക്കേണ്ടി വന്നു. എന്നിട്ടും പിന്നെയും കടമെടുക്കേണ്ടി വന്നു. അതുകൊണ്ട് പടം എത്ര കൊല്ലം ഓടിയാലും എത്ര ലക്ഷം പിരിഞ്ഞാലും എനിക്ക് ഒറ്റ കാശ് ആദായമില്ല. അതാണ് കാര്യം. ആദായമില്ല, അത് പോട്ടെ. എൻ്റെ ദുഃഖകഥ പറഞ്ഞ് നിന്നെ ശല്യപ്പെടുത്തണ്ടല്ലോ. അല്ലെങ്കിലും അതിവിടെ പ്രശ്നമില്ല. നിന്റെ വിജയത്തിൽ ഏത് നിലയ്ക്കും എനിക്ക് സന്തോഷത്തിന് അവകാശമുണ്ട്. നിന്നെ കണ്ടുപിടിച്ചത് ഞാനാണെന്ന് എനിക്ക് അഭിമാനിക്കാമല്ലോ. നിന്നെ ചലച്ചിത്ര ലോകത്തിലേക്ക് പ്രവേശിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ പലരും അപഹസിച്ചതും കുറ്റം പറഞ്ഞതും നിനക്കറിയാമല്ലോ. നിനക്ക് തന്നെയും എന്നിൽ വിശ്വാസക്കുറവുണ്ടായിരുന്നു. ഇപ്പോൾ തെളിഞ്ഞില്ലേ കലാപരമായ കഴിവ് കണ്ടെത്താനുള്ള കണ്ണുകൾ എനിക്കുണ്ടെന്ന്. പിന്നെ നിന്നെ സിനിമയിലേക്ക് ഇറക്കുവാൻ പ്രേരിപ്പിച്ചപ്പോൾ കലയോടുള്ള അപാരമായ സ്നേഹമായിരുന്നു എൻ്റെ ഹൃദയത്തിൻ്റെ മുകൾത്തട്ടിൽ എന്നും. കലയോടുള്ള ഈ അതിരറ്റ സ്നേഹമാണ്. ഉറക്കെ ചിരിക്കുകയാണ് വേണ്ടത്. സ്നേഹമാണ് എന്നെ എല്ലാ അപകടങ്ങളിലും ചാടിച്ചിട്ടുള്ളത്. എൻ്റെ പ്രിയപ്പെട്ട രാജി, ഓമനയെന്നും മനം കുളിർക്ക വിളിക്കാൻ കൊതിയില്ലാഞ്ഞിട്ടല്ല. നീ കോപിച്ചാലോ എന്ന് ആലോചിച്ച് ധൈര്യം വരുന്നില്ല. ഓമന ആയതുകൊണ്ടല്ലേ. നീ എനിക്ക് മാപ്പ് തരുമോ എന്നറിയില്ലല്ലോ. 3/4 ഭാഗവും ചെപ്പിലായ തലൈമകൾ ഒടുവിൽ ഏതാനും 1000ൻ്റെ പേരിൽ വെളിച്ചം കാണാതെ വന്നാൽ എനിക്ക് വരുന്ന നഷ്ടത്തേക്കാൾ എന്നെ വ്യാകുലപ്പെടുത്തിയത് കലാലോകത്തിന് നീ നഷ്ടപ്പെടുമല്ലോ. നിന്റെ കഴിവുകൾ ലോകം മനസ്സിലാക്കാതെ പോകുമല്ലോ. നിന്നോട് ചെയ്ത വാഗ്ദാനം നിറവേറാതിരിക്കുമല്ലോ എന്നൊക്കെ മുതല എന്നൊക്കെയുള്ള വിചാരമാണ്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഒരിക്കലും ചെയ്യാൻ പാടില്ലാതിരുന്ന അകൃത്യത്തിന് മുതിർന്നത്. ചലച്ചിത്ര ലോകത്തിൽ അത് അസാധാരണമല്ലാത്തത് കൊണ്ടാവാം എനിക്കങ്ങനെ ചിന്തിക്കാൻ തന്നെ കഴിഞ്ഞത്. എൻ്റെ നിരാശ അത്ര അഗാധമായിരുന്നു. അത്ര നിരാശയില്ലായിരുന്നുവെങ്കിൽ നിന്റെ ധനികരായ മുത്തച്ഛനോടും അമ്മാമ്മേനോടും എഴുതി ചോദിക്കാൻ ഞാൻ നിന്നോട് ആവശ്യപ്പെടുമായിരുന്നില്ല. നീ അത് ചെയ്യാൻ വിസമ്മതിച്ചത് എത്ര നന്നായി എന്നിപ്പോൾ തോന്നുന്നു. ഏതായാലും ഒരു ദുർബല നിമിഷത്തിൽ ഞാനൊരു തെറ്റ് ചെയ്തു. ഇനി പശ്ചാത്താപം രേഖപ്പെടുത്തുകയേ നിർവാഹമുള്ളൂ. പശ്ചാത്താപം അന്നേ തുടങ്ങിയതാണ്. നിന്റെ കാൽക്കൽ വീണ് മാപ്പപേക്ഷിക്കണമെന്ന് ഞാൻ അന്നേ ആശിച്ചതായിരുന്നു. പക്ഷേ നീ എന്നെ കാണാൻ സമ്മതിക്കില്ലെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. നിന്റെ അമ്മാമൻ തടയുകയും ചെയ്യുമായിരുന്നു. അന്ന് നേരിട്ട് ചെയ്യാൻ കഴിയാത്തത്
ഇന്നിതാ കത്തിലൂടെ നിർവഹിക്കുന്നു. നീ ക്ഷമിച്ചാലും ഇല്ലെങ്കിലും ഞാനിതാ ഹൃദയപൂർവ്വം മാപ്പ് ചോദിക്കുന്നു. എൻ്റെ കണ്ണീര് കൊണ്ട് നിന്റെ കാല് കഴുകുന്നു. നിനക്ക് വേണ്ടി ഞാൻ എന്നെ തന്നെ പശ്ചാത്താപത്തിൻ്റെ കുരിശിൽ തറയ്ക്കുന്നു. അതെങ്ങനെ നിൽക്കട്ടെ, എനിക്കിപ്പോൾ പറയാനുള്ളത് മറ്റൊന്നാണ്. എൻ്റെ രാജി ചലച്ചിത്ര ലോകത്തിലേക്ക് തിരിച്ചു വരണം. ഇനി ഒരിക്കലും ഇല്ലെന്ന് ശപഥം ചെയ്തിട്ടാണ് നീ മദിരാശി വിട്ടതെന്ന് എനിക്കറിയാം. പക്ഷേ ആ തീരുമാനം പുനഃപരിശോധന ചെയ്യേണ്ട സന്ദർഭം വന്നിരിക്കുന്നു. തലൈമകളുടെ വിജയത്തിൻ്റെ തിരയടിയിൽ നിനക്കെത്താൻ കഴിയാത്ത ദൂരങ്ങളില്ല. പത്മിനിയേക്കാൾ, സാവിത്രിയേക്കാൾ, സരോജാദേവിയേക്കാൾ, വിജയയേക്കാൾ കീർത്തിപെറ്റ താരമായി തീരും രാജി. വൈജയന്തിമാലയെപ്പോലെ നീ ഉത്തരേന്ത്യയും കീഴടക്കും. ഉർവശി അവാർഡ് ഇത്തവണ തന്നെ കിട്ടുമെന്നാണ് പൊതുവെ അഭിപ്രായം. എനിക്കതിൽ സംശയമേ ഇല്ല. അതുകൊണ്ട് തമിഴിൽ പറയുന്നത് പോലെ വാതിൽക്കൽ മുട്ടി വിളിക്കുന്ന മഹാലക്ഷ്മിയെ തിരസ്കരിക്കരുത്. ഒരുപക്ഷെ നീ പറയുമായിരിക്കും, കീർത്തിയിലും പണത്തിലും ഒന്നും നിനക്ക് താല്പര്യമില്ലെന്ന്. അങ്ങനെയാണെങ്കിൽ തന്നെയും നിന്റെ കഴിവുകൾ നമ്മുടെ കലാവേദിക്ക് വൻപിച്ച സമ്പത്താകുമെന്നും അത് നൽകാതിരിക്കുന്നത് പാപമായിരിക്കുമെന്നും നീ മറക്കരുത്. ഞാൻ ഇത്രയും പറയുന്നത് എൻ്റെ സ്വാർത്ഥത കൊണ്ടാണെന്ന് തെറ്റിദ്ധരിക്കരുതേ. നമ്മുടെ കരാറിലുള്ള 2 പടത്തിൽ നീ അഭിനയിച്ചില്ലെങ്കിലും എനിക്ക് വിരോധമില്ല. ഞാൻ കരാറിൽ നിന്ന് ഒഴിവാക്കിത്തരാം. എന്നാലും നീ സിനിമയിൽ നിന്ന് പിന്തിരിയരുത്. അങ്ങനെ ചെയ്താൽ അത് നികത്താനാവാത്ത നഷ്ടമായിരിക്കും. ഞാൻ ഒരിക്കൽ കൂടി യാചിക്കട്ടെ, കഴിഞ്ഞതൊക്കെ മറക്കൂ. എനിക്ക് മാപ്പ് തരൂ. അല്ലെങ്കിലും ഞാൻ ചെയ്ത തെറ്റിന് ചലച്ചിത്ര ലോകത്തെ ആകെ കൈവെടിയരുത്. അതിശോഭനമായ ഭാവി നിന്നെ കാത്തിരിക്കുകയാണ്. അതിൻ്റെ പേരിലെങ്കിലും എൻ്റെ അപേക്ഷ സ്വീകരിക്കൂ. തിരിച്ചു വരൂ. ഈ കത്തിൽ എനിക്ക് പറയാനുള്ളതിൻ്റെ ലക്ഷ്യത്തിലൊരംശം പോലും ഉൾക്കൊള്ളിക്കാൻ കഴിഞ്ഞിട്ടില്ല. എങ്കിലും എൻ്റെ കുറ്റം അല്പമെങ്കിലും ലഘൂകരിക്കാൻ ഇതിന് കഴിയുമെങ്കിൽ ഞാൻ കൃതാർത്ഥനാണ്. അവസാനിപ്പിക്കുന്നതിന് മുമ്പ് തടുത്താൽ നിൽക്കാത്തത് കൊണ്ട് മാത്രം അനർഹമായൊരു കൃത്യം ചെയ്യട്ടെ. കണ്ണീരിൽ കുതിർന്ന സ്വരത്തിൽ, ആത്മാവ് നിറഞ്ഞു വഴിയുന്ന സ്നേഹത്തോടെ, പശ്ചാത്താപത്തിൽ സ്ഫുടം ചെയ്ത ആത്മാർത്ഥതയോടെ നിന്നെ എൻ്റെ ഓമനെ എന്നൊന്ന് വിളിക്കട്ടെ. നിനക്കത് അസഖ്യമായി തോന്നുന്നുവെങ്കിൽ അതിനും മാപ്പ് തരൂ. ഈശ്വരൻ നിന്നെ അനുഗ്രഹിക്കട്ടെ. സ്നേഹത്തോടെ, വാസുവേട്ടൻ. PS. മറുപടി ആവശ്യപ്പെടാൻ എനിക്ക് അർഹതയില്ല. എന്നാലും ഞാൻ ആശയോടെ കാത്തിരിക്കുന്നു. ഒരുപക്ഷെ അധികം താമസിക്കാതെ നമുക്ക് തമ്മിൽ കാണാൻ കഴിഞ്ഞേക്കാം. കത്ത് വായിച്ചു തീർന്നിട്ടും അതിലേക്ക് തുറച്ചു നോക്കിക്കൊണ്ട് കിടന്നു. പ്രത്യേകിച്ചും ഒപ്പിലേക്ക്. കത്ത് ഇംഗ്ലീഷിലാണെങ്കിലും ഒപ്പ് വാസുവേട്ടൻ എന്ന് മലയാളത്തിൽ തന്നെയാണ്. എഴുത്ത് ടൈപ്പ് ചെയ്തത് വാസുവേട്ടൻ തന്നെ ആവണം. അത്രയേറെ തെറ്റുകളുണ്ട്. ഒരിക്കൽ കൂടി ഒന്ന് നോക്കി. എഴുത്ത് സൈഡ് ടേബിളിന്മേൽ വെച്ച് മാറത്ത് കൈകെട്ടി മലർന്നു കിടന്നു. 10ാമത്തെയോ 11ാമത്തെയോ പ്രാവശ്യമാണ് വായിക്കുന്നത്. ഓരോ തവണ വായിക്കും തോറും കത്തിൻ്റെ പൊള്ളത്തരം കൂടുതൽ വ്യക്തമാകുന്നു. വളരെ ശ്രദ്ധിച്ച്, വളരെ ചാതുര്യത്തോടെ എഴുതിയ ഒരു ബിസിനസ് കത്തിൻ്റെ പ്രതീതിയാണ്. യഥാർത്ഥമായ വികാരം ഒരൊറ്റ വാക്കിൻ്റെയും പിറകിലില്ല എന്നതാണ് സത്യം. കുനിഞ്ഞിരുന്ന് പഴഞ്ചൻ പോർട്ടബിൾ ടൈപ്പ് റൈറ്ററിന്മേൽ 2 വിരലുകൊണ്ട് അടിച്ചുണ്ടാക്കുമ്പോൾ വാസുവേട്ടൻ്റെ ചുണ്ടത്ത് കള്ളപ്പുഞ്ചിരി മുട്ടിട്ടിരിക്കും. വായിക്കുമ്പോൾ അവൾ പെട്ടുപോകും എന്ന് മനസ്സിൽ പറഞ്ഞിട്ടുണ്ടാവും. ആളെ തനിക്കറിയാവുന്നതല്ലേ? അത്ഭുതമില്ല. ആളെ അറിഞ്ഞിരുന്നിട്ടും എഴുത്തു വായിച്ചപ്പോൾ തനിക്ക് ഇടയിളക്കം ഉണ്ടായല്ലോ. അല്ലെങ്കിൽ കുറേ നേരത്തേക്കെങ്കിലും വാതിലടച്ചിരുന്ന് കരഞ്ഞതെന്തിന്? അതും വായിക്കില്ലെന്ന് തീരുമാനിച്ചിട്ട്. വായിക്കില്ലെന്നാണല്ലോ ആദ്യം തീരുമാനിച്ചത്. പുലാവ് നൂറിയിൽ നിന്ന് തിരിച്ചെത്തിയപ്പോൾ ഡ്രസ്സിംഗ് ടേബിളിൽ ഇരിക്കുന്നു. കവറ് കണ്ടപ്പോഴേ മനസ്സിലായി ആരുടേതാണെന്ന്. ഉള്ളൊന്നു പിടച്ചു. എടുക്കാൻ കൈ നീട്ടി. ഉടനെ വേണ്ടെന്ന് വെച്ചു. വേണ്ട, തുറക്കണ്ട, വായിക്കേണ്ട. വായിക്കാതെ ചീന്തിക്കളയാം. ചീന്തിക്കളഞ്ഞാൽ പോരാ, കത്തിച്ചു കളയണം. വിഷാണുക്കളാവും ഉള്ളിൽ അപ്പടി. ചക്കരയിലും പഞ്ചസാരയിലും പൊതിഞ്ഞിരിക്കുമെന്ന് മാത്രം. അത് വിഴുങ്ങാനുള്ള ബുദ്ധിശൂന്യത ഇപ്പോൾ തനിക്കില്ല. ചീന്തിക്കളയാം. ധൃതിയില്ല, പതുക്കെയാവാം. വാതിലടച്ച് ജീൻസും ബ്ലൗസും മാറി സാരി ഉടക്കുന്നതിനിടയിൽ എന്തുകൊണ്ടോ കണ്ണുകൾ കത്തിലേക്ക് ചെല്ലുന്നു. മനഃപൂർവ്വം മുഖം തിരിച്ചു പിടിച്ച് ഇങ്ങനെയൊരു കത്ത് കിട്ടിയിട്ടേ ഇല്ലെന്ന് നടിക്കാൻ ശ്രമിക്കുന്നു. കുളിമുറിയിൽ പോയി കൈയും കാലും കഴുകി കിടക്കയിൽ വന്ന് വീണ് മറുവശം തിരിഞ്ഞു കിടക്കുന്നു. മറ്റെന്തൊക്കെയോ ആലോചിക്കാൻ ശ്രമിക്കുന്നു. പക്കിൽ നീലയും ചുവപ്പുമുള്ള ലാക്കോട്ട് കണ്ണിൽ നിന്നും മായുന്നില്ല. കത്തിച്ചു കളഞ്ഞാലേ സ്വൈരം കിട്ടൂ. എഴുന്നേറ്റ് കത്തെടുക്കുന്നു. എടുത്തപ്പോൾ തോന്നുന്നു കത്തിക്കുന്നതിന് മുമ്പ് ഒന്ന് വായിച്ചു നോക്കിയാൽ എന്താ
എന്ന്. വാസുവേട്ടൻ ഇപ്പം എന്താ പറയണമെന്ന് അറിഞ്ഞിരിക്കാമല്ലോ. അതുകൊണ്ട് അപകടമൊന്നുമില്ല. വായിക്കാതെ കത്തിച്ച് കളഞ്ഞാലാണ് അപകടം. എന്തായിരുന്നു ഉള്ളടക്കം? എന്തൊക്കെയായിരുന്നു വാസുവേട്ടൻ എഴുതിയിരുന്നത് എന്നാലോചിച്ച് അസ്വാസ്ഥ്യം കൊള്ളും. ആലോചിച്ചൊരു തീരുമാനത്തിലെത്തുന്നതിന് മുൻപേ തന്നെ വിറയ്ക്കുന്ന കൈകൾ ലാക്കോട്ട് തുറന്നിരുന്നു. ഒരു വട്ടം വായിച്ചെത്താൻ കഴിഞ്ഞില്ല. അതിനു മുമ്പേ തന്നെ കണ്ണുനീർ ചിറമൊഴിഞ്ഞൊഴുകി. കമിഴ്ന്നു കിടന്ന് തലയിണ കെട്ടിപ്പിടിച്ച് ഏങ്ങലടിച്ചു. കണ്ണീരിൽ നനഞ്ഞ തലയിണയുടെ മൂല കടിച്ചു പിടിച്ചു. സ്വയം ശ്വാസം മുട്ടിച്ചുകൊണ്ട് കരഞ്ഞു. എന്തൊരു വിഡ്ഢിത്തം, എന്തൊരു ദൗർബല്യം! കരയുകയല്ല, ഉറക്കെ പൊട്ടിച്ചിരിക്കുകയാണ് വേണ്ടിയിരുന്നത്. ആത്മാർത്ഥത ഭാവിച്ച് തേനും പാലും നിറച്ചൊരു കത്തെഴുതിയാൽ താൻ അങ്ങോട്ട് ഓടിച്ചെല്ലുമെന്ന് കരുതിയ വാസുവേട്ടൻ്റെ വിഡ്ഢിത്തമോർത്തു ചിരിക്കുകയല്ലേ വേണ്ടിയിരുന്നത്? തീർച്ചയായും അതെ. പക്ഷെ വേണ്ടതല്ലല്ലോ എപ്പോഴും ചെയ്യുക. ഇപ്പോൾ പോലും ചിരിക്കാൻ തോന്നുന്നില്ല. വാസുവേട്ടനോട് കോപമുണ്ട്, ഈർഷ്യയുണ്ട്, വെറുപ്പുണ്ട്. എങ്കിലും അതൊക്കെ യാഥാർത്ഥ്യമാണോ സ്ഥായിയാണോ എന്ന് തീർച്ചയില്ല. മേഘപടലങ്ങൾ പെയ്തടങ്ങുന്നതായി കൂടുന്നില്ല എന്ന അപൂർവം ചില നിമിഷങ്ങളിൽ തോന്നുന്നു. അപ്പോഴെല്ലാം ഒരാർദ്രത, ഒരു തരളത അനുഭവപ്പെടുന്നു. ആ സമയത്ത് ഭഗീരഥ പ്രയത്നം ചെയ്താൽ മാത്രമേ വെറുപ്പിനെ വീണ്ടും ആവാഹിക്കാൻ കഴിയൂ. തൻ്റെ ശുദ്ധതയാവാൻ കാരണം. അല്ലെങ്കിലും സ്നേഹിച്ച ഒരാളെ വെറുക്കുകയെന്നത് എത്ര പ്രയാസമുള്ള കാര്യമാണ്. വെറുപ്പ് പോലും സ്നേഹത്തിൻ്റെ ഭാവഭേദമായിരിക്കും. അതാലോചിക്കുമ്പോഴാണ് കരച്ചിൽ വരുന്നത്. കരഞ്ഞു കഴിയുമ്പോൾ മനസ്സ് നിർവികാരമായി തീരുന്നു, മരവിക്കുന്നു. വികാരാർദ്രമായൊരു രംഗം അഭിനയിച്ചു കഴിഞ്ഞ് സെറ്റിൽ നിന്ന് പുറത്തിറങ്ങുന്നത് പോലെ അകപ്പാടെ ഒരു തരിപ്പാണ്. ഇപ്പോൾ കണ്ണിൽ കണ്ണീരില്ല. ഓരോ വാക്കിൻ്റെയും പിറകിലുള്ള കുടിലത വ്യക്തമായി കാണാൻ കഴിയുന്നുണ്ട്. എങ്കിലും ഒരു അസ്വസ്ഥത. ഇല്ലെന്ന് എഴുതിത്തള്ളിയ വ്യാമോഹങ്ങൾ പിന്നെയും മുട്ടിടുകയാണോ? അല്ലെങ്കിൽ എഴുത്ത് വീണ്ടും വീണ്ടും എന്തിനു വായിക്കുന്നു? ചില ഭാഗങ്ങളിൽ കണ്ണുകൾ കൂടുതൽ നേരം തങ്ങി നിൽക്കുന്നു. നിന്റെ അഴകും അഭിനയ പാഠവും തമിഴ് സിനിമാ ലോകം ഇതുവരെ കണ്ടിട്ടില്ലാത്ത അനുഭവമാണ്. നീ തമിഴകം കീഴടക്കിയിരിക്കുന്നു. ക്ലിപ്പിങ്ങുകൾ കിട്ടാൻ തിടുക്കം തോന്നുന്നു. പത്രങ്ങൾ എന്തൊക്കെയാണാവോ എഴുതിയിട്ടുള്ളത്? മുക്തകണ്ഠം പ്രശംസിച്ചിരിക്കുന്നു അത്രേ. തലവാചകങ്ങൾ കണ്ണിൽ കാണുന്നു. എ സ്റ്റാർ ഈസ് ബോൺ, അല്ലെങ്കിൽ രാജേശ്വരി സ്റ്റിൽസ് ദി ഷോ. രാജേശ്വരിയിൽ അപാരമായ നടിപ്പ്. അങ്ങനെ എന്തെല്ലാം. തൻ്റെ പടങ്ങളുണ്ടാവും. ഏത് സ്റ്റില്ലാണാവോ ഉപയോഗിക്കുക? മുഖം ഒരു വശത്തേക്ക് ഇത്തിരി ചെരിച്ച് പ്രേമത്തോടെ നോക്കുന്ന പോസിലുള്ളതായിരിക്കുമോ? അതാണ് തനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്. തുമ്പിത്തിരി പൊട്ടിയ പല്ല് പുറത്ത് കാണാം. അത് മന്ദഹാസത്തിന് മാറ്റുകൂട്ടുമത്രേ. ശരിയാണെന്ന് ചിലപ്പോൾ തനിക്കും തോന്നാറുണ്ട്. പോസ്റ്ററിന് കൊടുത്തത് അതാണ്. താൻ പോരുന്നതിന് മുമ്പ് തന്നെ അങ്ങിങ്ങ് പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയിരുന്നു. റോട്ടിൽ അവിചാരിതമായ തിരിവുകളിൽ വെച്ച് ആ മുഖവുമായി ഏറ്റുമുട്ടുമ്പോൾ ആദ്യമാദ്യം അമ്പരപ്പാണ് തോന്നിയത്. അവിശ്വസനീയതയും പിന്നെ അഭിമാനവും. ആൾക്കൂട്ടം നോക്കി നിൽക്കുന്നത് കാണുമ്പോൾ ഉള്ളിൽ. കാറിൽ പോകുമ്പോൾ കണ്ണ് കെട്ടിടങ്ങളുടെ ചുമരുകളിലായിരിക്കും. ഹോർഡിങ്ങുകളിലും എവിടെയെങ്കിലും പോസ്റ്ററുകൾ കണ്ടെത്തിയാൽ കാർ പതുക്കെ വിടാൻ പറയും. കാസിനോ തിയേറ്ററിൻ്റെ മുമ്പിൽ വെച്ച് ആൾക്കൂട്ടം പൊതിഞ്ഞത് ഇപ്പോഴും ഓർക്കുന്നു. അന്ന് താൻ റിലീസാവാത്ത പടത്തിലെ പുതുമുഖം മാത്രമായിരുന്നു. എന്നിട്ടത്ര. ഇന്ന് താരമായി തീർന്നിരിക്കുന്നു. മദിരാശിയിലെ ചുമരായ ചുമരിലെല്ലാം തൻ്റെ പടമുണ്ടാവും. മദിരാശിയിൽ മാത്രമല്ല, തമിഴ്നാട്ടിലെമ്പാടും. മധുരയിൽ, തൃശ്ശിനാപ്പള്ളിയിൽ, കോയമ്പത്തൂരിൽ, സേലത്ത്, തിരുനെൽവേലിയിൽ റെക്കോർഡുകൾ ഭേദിച്ചിരിക്കുന്നു. ടിക്കറ്റിന് വേണ്ടി ലൈനിൽ നിൽക്കുന്ന ജനാവലിയെ കണ്ണിൽ കാണുന്നു. തിടുക്കമുള്ളവർ ക്യൂ ചാടുന്നു. ബഹളമാവുന്നു. പോലീസ് എത്തുന്നു. എല്ലാം രാജേശ്വരിയെ വെള്ളിത്തിരയിൽ ഒരു നോക്ക് കാണാൻ, അവളോടൊപ്പം ചിരിക്കാൻ, കരയാൻ. തമിഴകത്ത് ജനങ്ങൾ ഇപ്പോൾ ജപിക്കുന്ന നാമം രാജേശ്വരി എന്നായിരിക്കും. വാരികകളിലൊക്കെ തന്നെക്കുറിച്ച് ലേഖനം എഴുതും. കലണ്ടറുകളിലും പരസ്യങ്ങളിലും തൻ്റെ മുഖം. ഇല്ല, അതിനനുവദിക്കുകയില്ല. പണം കൊതിച്ച് സോപ്പിനും ചീപ്പിനും തൻ്റെ പിന്തുണ നൽകുകയോ? പ്രസിദ്ധ സിനിമാ താരം രാജേശ്വരി പറയുന്നു, ഷഡാനന ബീഡി വലിക്കുന്നവരെ എനിക്കിഷ്ടമാണ്. നാണക്കേട്. ആ കച്ചവടം വേണ്ട. കാശിന് വേണ്ടിയല്ല താൻ സിനിമയിലേക്ക് ഇറങ്ങിയത്, പ്രശസ്തിക്ക് വേണ്ടിയുമല്ല, അല്ലേ? പ്രശസ്തി ഇഷ്ടമല്ലേ? അതിഷ്ടപ്പെടില്ലാത്തവരുണ്ടോ?
എന്നാലും അതല്ല മുഖ്യം. കലയിലുള്ള താല്പര്യമാണ്. തൻ്റെ കഴിവുകൾ കലാവേദിക്ക് സമർപ്പിക്കണം. ചലച്ചിത്ര ലോകത്തിന് തൻ്റെ കഴിവുകൾ മുതൽക്കൂട്ടായിരിക്കും. വാസുവേട്ടൻ്റെ കത്തിലെ വാചകങ്ങളിലൂടെയല്ലേ താൻ ചിന്തിച്ചത്? നാശം. ആലോചിച്ച് പോകുമ്പോഴൊക്കെ അങ്ങനെ സംഭവിക്കുന്നു. വിചാരിച്ചതുപോലെയല്ല. അഴിച്ചു രക്ഷപ്പെടാൻ പ്രയാസമുള്ള ഒരു കുരുക്കിലാണ് താൻ പെട്ടിരിക്കുന്നത്. വാസുവേട്ടനോടുള്ള വെറുപ്പ് ശക്തമാണെങ്കിലും പുതിയ സാധ്യതകളുടെ ആകർഷണം തന്നെ ഒന്നുലച്ചിരിക്കുന്നു. സ്വപ്നം പോലെ വിദൂരമായിരുന്നതെല്ലാം യാഥാർത്ഥ്യമായിരിക്കുകയാണ്. അത്ര പെട്ടെന്ന് തള്ളി നീക്കാൻ സാധ്യമാവുമെന്ന് തോന്നുന്നില്ല. ലക്ഷക്കണക്കിന് ജനങ്ങളുടെ കണ്ണിലുണ്ണി. നാളെ മദിരാശിക്ക് പറന്നാൽ മീനാമ്പക്കത്ത് കിട്ടുന്ന സ്വീകരണം എത്ര ഗംഭീരമായിരിക്കും. പൂമാലകൾ, പൂച്ചെണ്ടുകൾ, പൂക്കൂടകൾ, ചുറ്റും ക്യാമറയുമായി പൊതിയുന്ന പത്രക്കാർ, തുരുതുരാ കണ്ണുമിഴിക്കുന്ന ഫ്ലാഷ് ബൾബുകൾ, സംഖ്യ എഴുതാത്ത ചെക്കുമായി പിന്നാലെ നടക്കുന്ന പടമുതലാളിമാർ. ആലോചിക്കുമ്പോഴേ ഒരിക്കിളി, ആഹ്ലാദം, അഭിമാനം. എന്തിനാണത് വേണ്ടെന്ന് വയ്ക്കുന്നത്? മുട്ടി വിളിക്കുന്ന ലക്ഷ്മിയെ നിരാകരിക്കരുത്. ഓ, വീണ്ടും വാസുവേട്ടൻ്റെ വാചകങ്ങൾ. സാരമില്ല, അതിലെന്താ തെറ്റ്? പറഞ്ഞത് സത്യമല്ലേ? മഹാലക്ഷ്മി ഇങ്ങോട്ട് വന്ന് മാലയിടുമ്പോൾ പിന്തിരിഞ്ഞു നിൽക്കുന്നത് വിഡ്ഢിത്തമല്ലേ? ഭാഗ്യം വരുമ്പോൾ ഭാഗ്യം മാത്രമല്ലല്ലോ, എത്ര കാലത്തെ കഠിനമായ അധ്വാനത്തിൻ്റെ ഫലമാണ്. എന്തെല്ലാം അനുഭവിക്കേണ്ടി വന്നതാണ്. എത്ര തീ തിന്നു. അതൊക്കെ ഇതിനു വേണ്ടി ആയിരുന്നില്ലേ? അല്ലെങ്കിൽ കലയിക്കോവിലിലെ തില്ലാനയും അലാരിപ്പുമായി കഴിഞ്ഞുകൂടിയാൽ മതിയായിരുന്നില്ലേ? എന്തിന് എല്ലാവരുടെയും എതിർപ്പ് സമ്പാദിച്ച് സിനിമയിൽ ചേർന്നു? ജീവിതം പോലും പണയം വെച്ചതാണ്. എന്നിട്ട് ഫലം കായ്ക്കുമ്പോൾ ഉപേക്ഷിക്കുന്നത് മടയത്തരമല്ലേ? ഒരു വാശിയുടെ പേരിൽ പുതിയൊരു ലോകത്തിൻ്റെ മുൻപിൽ വാതിലടിച്ചിടുകയോ? എന്ത് കാര്യം? നഷ്ടപ്പെട്ട ഒന്നും തിരിച്ചു കിട്ടില്ല. അതിനെപ്പറ്റി ഖേദിച്ചിട്ടും കാര്യമില്ല. ചെയ്യാവുന്നതൊന്നേയുള്ളൂ. ഇനി അങ്ങോട്ട് അന്തസ്സിൽ ജീവിക്കുക. അതിനൊട്ട് പ്രയാസവുമില്ല. ഇനി ഒരു ത്യാഗവും യാതനയും സഹിക്കേണ്ടതില്ല. എല്ലാവരും തൻ്റെ പിറകെ എത്തിക്കൊള്ളും. രാജ്ഞിയെപ്പോലെ ഇരിക്കുകയേ വേണ്ടൂ. വാസുവേട്ടൻ പോലും തൻ്റെ മുൻപിൽ വായ പൊത്തി വാലാട്ടിക്കൊണ്ട് നിൽക്കും. ആലോചിച്ചപ്പോൾ രസം തോന്നി. നല്ല രസമാണ്. ചവിട്ടി അരയ്ക്കാം. ചെയ്തതിന് ഇത്രയും പകരം ചോദിക്കാം. ചെരുപ്പ് നക്കിക്കാം. ആ രസം അനുഭവിക്കാൻ വേണ്ടിയെങ്കിലും തിരിച്ചു പോകേണ്ടതാണ്. പക്ഷേ ഇതൊക്കെ മനോരാജ്യം കാണാനല്ലേ കഴിയൂ? വാസുവേട്ടനെ വീണ്ടും നേരിട്ട് കണ്ടാൽ? അതാലോചിക്കുമ്പോൾ എല്ലാ ഉത്സാഹവും കെടുന്നു. പൊന്നെടുക്കാൻ നീട്ടിയ കൈ കനലിൽ തൊട്ടു പൊള്ളിയതാണ്. നീറ്റ അടങ്ങിയിട്ടില്ല. ഇപ്പോൾ കനലില്ലെന്നറിയാം, പൊന്നു മാത്രമേ ഉള്ളൂവെന്നും. എങ്കിലും കൈ വിറയ്ക്കുന്നു. വിരലുകൾ നിവരാൻ വിസമ്മതിക്കുന്നു. എന്താണ് വേണ്ടതെന്നൊരു പിടിയും കിട്ടുന്നില്ല. അല്ലെങ്കിൽ അത്ര പെട്ടെന്ന് ചിന്തിച്ചൊരുത്തരം കണ്ടെത്താവുന്നതല്ലല്ലോ. താൻ മാത്രം ആലോചിച്ചാൽ കണ്ടെത്താൻ കഴിയുമോ എന്നും സംശയമാണ്. പിന്നെ ആരോട് ചോദിക്കാനാണ്? മിസ്റ്റർ ഉണ്ണി. പെട്ടെന്നാണ് ആലോചന മനസ്സിൽ കടന്നുകൂടിയത്. തീരെ അപ്രതീക്ഷിതമായിട്ട്. അമ്മയുമായി സംസാരിച്ച് നിൽക്കുന്നത് കണ്ടപ്പോൾ മുൻപൊരിക്കലും തോന്നിയിട്ടില്ലാത്തതാണ്. ഒഴിഞ്ഞു മാറാനായിരുന്നു പ്രവണത. ഇത്തിരി ഭയം തന്നെ തോന്നിയിരുന്നു. പക്ഷേ ഉച്ചയ്ക്ക് ശേഷം മനോഭാവത്തിനൊരു മാറ്റം വന്നിരിക്കുന്നു. അദ്ദേഹം ഒരു സ്നേഹിതനാണെന്ന തോന്നൽ ഉളവായിരിക്കുന്നു. തോളത്ത് കൈവച്ചുകൊണ്ട് പറഞ്ഞ വാക്കുകൾ ഓരോന്നും ഉള്ളിൽ പ്രതിധ്വനിച്ചുകൊണ്ടേയിരിക്കുന്നു. പിന്നോട്ട് നോക്കുമ്പോഴേ ജീവിതം എന്താണെന്നറിയൂ. പക്ഷേ ജീവിക്കേണ്ടത് മുന്നോട്ട് നോക്കിയാണ്. ജീവിതം ഫിലിം പോലെയാണ്. പൊട്ടിയാൽ ഏച്ചു കെട്ടണം. ചീറപ്പ്. ലോകമാകെ വെളിച്ചത്തിൽ കുളിച്ചു നിൽക്കുമ്പോൾ ഇത്തിരി പോന്ന മനസ്സിൽ ഇത്രമാത്രം ഇരുട്ട് സൂക്ഷിക്കുന്നത് വിഡ്ഢിത്തമാണ്. എല്ലാവരും പറയുന്ന വേദാന്തം. പക്ഷേ അദ്ദേഹത്തിൻ്റെ മുഖത്തു നിന്ന് കേട്ടപ്പോൾ ഉള്ളിൽ തട്ടി. ഒച്ചയിലെ ഗൗരവം വിടാത്ത ആർദ്രത മൂലമാണോ? അതോ ഒട്ടും തന്നെ തിറമ്പാത്ത ആത്മാർത്ഥത മൂലമോ? എന്തെങ്കിലും ആവട്ടെ, അഭിപ്രായം ചോദിക്കാം. സിനിമയിലേക്ക് തിരിച്ചു പോണോ വേണ്ടേ? ചോദിക്കാൻ ഓങ്ങി. ചോദിച്ചില്ല. അവസാന നിമിഷത്തിൽ ഉള്ളിൽ ആരോ ഇരുന്ന് പിന്നോക്കം പിടിച്ചു. അത് നന്നായി. ചരിത്രമെല്ലാം പറയേണ്ടി വന്നെങ്കിലോ? വാസുവേട്ടൻ്റെ കത്തുള്ള കാര്യം തന്നെ അറിയിക്കാൻ മടി. അല്ലെങ്കിലും ഇത് അവനവൻ ആലോചിച്ച് തീരുമാനിക്കേണ്ട കാര്യമാണ്. മറ്റൊരാളുടെ ഉപദേശം തേടേണ്ട സംഗതിയല്ല. വിശേഷിച്ചും മിസ്റ്റർ ഉണ്ണിയുടെ. അദ്ദേഹം ശ്രീമാമയുടെയും മുത്തച്ഛൻ്റെ സ്നേഹിതനാണ്. തന്നേക്കാൾ എത്രയോ പ്രായം കൂടിയ ആൾ.
സ്നേഹിതൻ എന്ന നിലയിൽ ചിന്തിക്കാനേ പറ്റില്ല. പിന്നെ എങ്ങനെ ഇതൊക്കെ പറയും? പറഞ്ഞാൽ മറുനിമിഷം തന്നെ ശ്രീമാമയോടും അമ്മയോടും ചെന്ന് പറയും. വേണ്ട, ആരോട് പറഞ്ഞാലും ശരി, ഉണ്ണിയോട് പറയരുത്. അല്ലെങ്കിൽ ആരോടും ഒന്നും. ചാരിയ വാതിൽ തുറക്കുന്ന ഒച്ച കേട്ടു. ഞെട്ടി തിരിഞ്ഞു നോക്കി. അമ്മയാണ്. ഓ, അമ്മ ഇനിയും ഉറങ്ങിയിട്ടില്ലേ? നീ ഉറങ്ങിയില്ലേ? അമ്മ അകത്തേക്ക് കടന്നു വന്നു. ഞാൻ വിചാരിച്ചു ലൈറ്റിട്ട് കിടന്നുറങ്ങിയതായിരിക്കും എന്ന്. ഉറക്കം വന്നില്ല. തലവേദന കൂടുതലൊന്നുമില്ലല്ലോ. അമ്മ കട്ടിലിൻ്റെ വക്കത്തിരുന്ന് തലയണ ശരിക്കു വെച്ച് നെറ്റിയിൽ തൊട്ടു നോക്കി. ഗുളിക കഴിച്ചില്ലേ? ഉവ്വ്, മനഃപൂർവ്വം നുണ പറഞ്ഞു. അല്ലെങ്കിൽ അമ്മ ഉടനെ എടുത്തു തരും. തലവേദന കുറവുണ്ട്, പക്ഷെ ഉറക്കം വരണില്ല. തലവേദനയ്ക്ക് മരുന്ന് കഴിച്ചാൽ എനിക്ക് ഇങ്ങനെ തന്നെയാണ്. താമസിച്ചേ ഉറക്കം വരും. ഇങ്ങനെ വിളക്കും തുറന്നു വെച്ചാൽ ഒട്ടും വരില്ല. അല്ല, നീ ഡ്രസ്സ് മാറിയിട്ടില്ല, പാല് കുടിച്ചിട്ടില്ല. ഇതെന്താ കുട്ടി? ഒന്നുമില്ല, ഇങ്ങനെ കിടന്നു. ഉറക്കം വരുമ്പോൾ ആവാലോന്ന് വെച്ചു. ഇനി വൈകിക്കണ്ട, നേരം കുറേയായി. എണീറ്റ് നൈറ്റ് ഡ്രസ് ഇട്, പാല് കുടിക്ക്, എന്നിട്ട് ലൈറ്റ് അണയ്ക്ക്. ഓക്കെ, അമ്മ പോയി കിടന്നോളൂ. ഞാൻ കിടന്നോളാം, എൻ്റെ സമയമായിട്ടില്ല. ഇതാരുടെയാ എഴുത്ത്? ഇന്ത്യന്ന്. ഓ, അതോ. ഒന്ന് പരിങ്ങി തലപൊക്കി കത്തിൻ്റെ നേരെ കണ്ണയച്ചു. ഭാഗ്യം, തുറന്നല്ല കിടക്കുന്നത്. കാഞ്ചന ടീച്ചറുടെയാണ്. എന്താ വിശേഷം? വിശേഷമൊന്നുമില്ല, സാധാരണ എഴുത്ത്. അമ്മ കൂടുതൽ ചോദിച്ചാലോ എന്ന ആശങ്ക തോന്നി. പെട്ടെന്ന് എഴുന്നേറ്റിരുന്നു. ശരി, ഇനി ഉറങ്ങാൻ നോക്കാം. ഇന്നാ. അമ്മ പാലെടുത്ത് നീട്ടി. വല്ലാതെ ആറി, പാടയും കെട്ടി. സാരല്ല. ചൂണ്ടുവിരൽ കൊണ്ട് പാട തോണ്ടി നീക്കി പാല് കുടിച്ചു. അമ്മ തന്നെ സൂക്ഷിച്ചു നോക്കുന്നത് കണ്ടപ്പോൾ അസ്വസ്ഥത തോന്നി. വികൃതി കാണിച്ചത് കണ്ടുപിടിച്ചേക്കുമോ എന്ന് ഭയപ്പെടുന്ന കുട്ടിയെപ്പോലെ. എഴുത്തിൻ്റെ കാര്യത്തിൽ നുണയാണല്ലോ പറഞ്ഞത്. വെയില് കൊണ്ട് നിന്റെ മുഖറ് കരുവാളിച്ചിരിക്കുന്നു. പാല് കുടിക്കുന്നതിനിടയിൽ സാരമില്ലെന്നർത്ഥത്തിൽ തോളു കുലുക്കി. പിക്നിക്ക് നന്നായോ? സോസോ, നീന്തിയാലേ രസമുള്ളൂ. അത് ചെയ്യാഞ്ഞത് ഏതായാലും നന്നായി. എന്നാലിപ്പോൾ തലവേദന മാത്രമല്ല, പനിയും ഉണ്ടായേന്. ഒന്ന് പിടിച്ചു കിട്ടണത് വരെ അതൊന്നും വേണ്ട. അതൊന്നും സാരമില്ല. സ്വിംസ്യൂട്ട് എടുക്കാത്തത് വിട്ടിത്തായി. ബാക്കി എല്ലാവരും നീന്തി, മിസ്റ്റർ ഉണ്ണി ഒഴിച്ച്. മിസ്റ്റർ ഉണ്ണി നീന്തിയില്ലേ? ഇല്ല, ടേപ്പ് റെക്കോർഡറും കൊണ്ട് കുന്നിൻ പുറത്തേക്ക് ഓടണത് കണ്ടു. ഓഹോ. അതിനിടയ്ക്ക് ജിം ആളെ ഒന്ന് പേടിപ്പിച്ചു. കുറേയധികം ദൂരം നീന്തിപ്പോയി. അണ്ടർ കറണ്ടുള്ള സ്ഥലമാണത്രേ. വല്ലതും പറ്റുമോയെന്ന് വല്ലാണ്ട് പേടിച്ചു. അമ്മയുടെ മുഖത്ത് നേരിയ ഭാവഭേദമുണ്ടായോ എന്ന് സംശയം തോന്നി. ഡിമ്മർ താഴ്ത്തിയതുപോലെ. അപകടമെന്ന് കേൾക്കുമ്പോഴേക്കും ഭയപ്പെടുന്ന കൂട്ടത്തിലാവാം അമ്മ. ജിമ്മിനൊരു കൂസലുമില്ല, നല്ല ധൈര്യ. കഴിഞ്ഞോ? എന്നാ ഗ്ലാസ് ഇങ്ങോട്ടുതാ. ജിമ്മിനെ പറ്റി പറയുന്നത് കേൾക്കാൻ രസമില്ലാത്തതുപോലെയാണ് അമ്മ പറഞ്ഞത്. എന്ത് പറ്റി? സ്വതേ ഇങ്ങനെയല്ലല്ലോ. അമ്മ ഗ്ലാസ് മേടിച്ച് എഴുന്നേറ്റു. അമ്മയുടെ നോട്ടം മറുവശത്തേക്ക് തിരിഞ്ഞപ്പോൾ എഴുത്തെടുത്ത് വലിപ്പിനുള്ളിലിട്ടു, കുറ്റത്തിൻ്റെ തെളിവ് മറയ്ക്കുന്ന പോലെ. ആ, ഒന്ന് ചോദിക്കാൻ വിട്ടു. അമ്മ തിരിഞ്ഞു നിന്ന്, നിന്റെ പിക്ചർ റിലീസ് ചെയ്തു. വലിയ ആൾക്കൂട്ടാണെന്നൊക്കെ രുക്മിണി പറഞ്ഞു. ടീച്ചറുടെ കത്തിൽ അതിനെപ്പറ്റി വല്ലതും ഉണ്ടോ? ടീച്ചറുടെ കത്തിലോ? പെട്ടെന്നൊന്നും അമ്പരുന്നു. ഓ ഉണ്ട്, പടം സക്സസ് ആണെന്ന് എഴുതിയിട്ടുണ്ട്. പേർപ്പേഴ്സ് നല്ല അഭിപ്രായം എഴുതിയിട്ടുണ്ട് അത്രേ. ഉവ്വോ, ഗുഡ്. അമ്മ സ്വതേ സിനിമയെപ്പറ്റി ചോദിക്കാറില്ല. ഇപ്പം പെട്ടെന്നിങ്ങനെ ചോദിക്കാൻ രുക്മിണി പറഞ്ഞതുകൊണ്ട് മാത്രമാണോ? അതോ അമ്മയ്ക്ക് വേറെ വല്ല സംശയവും? കത്ത് കിട്ടിയിരിക്കുക അമ്മയുടെ കയ്യിലാണ്. അതുകൊണ്ടെന്താ? വാസുവേട്ടൻ്റെതാണെന്ന് ഊഹിക്കാൻ കാരണമില്ല. പുറത്ത് വാസുവേട്ടൻ്റെ പേരോ മേൽവിലാസമോ എഴുതിയിട്ടില്ല. രുക്മിണി പറഞ്ഞതുകൊണ്ട് ചോദിച്ചതാവും. സിനിമയെപ്പറ്റി ഒന്നും ചോദിക്കാറില്ലെങ്കിലും ഉള്ളിൽ വിചാരമില്ലാതെ ഇരിക്കില്ല, ഉത്കണ്ഠയും. തിരൈമലറിൽ വന്ന ലേഖനം ചോദിച്ചു വാങ്ങി വായിച്ചു എന്ന് രുക്മിണി പറഞ്ഞതാണല്ലോ. പടം റിലീസായോ വിജയമാണോ എന്നെല്ലാം അറിയാൻ അമ്മയ്ക്ക് മോഹമുണ്ടാവും. മിസ്റ്റർ ഉണ്ണി പറഞ്ഞത് ശരിയാണ്. തൻ്റെ വിജയത്തിൽ അമ്മയ്ക്ക് സന്തോഷമില്ലാതിരിക്കില്ലല്ലോ. അമ്മയ്ക്ക് വേണ്ടിയെങ്കിലും ഡാൻസ്. തോളത്ത് കൈവച്ച് സമാശ്വസിപ്പിക്കുന്നു. രാജി പ്ലീസ്, ഞാൻ ഇത്രയൊന്നും കരുതി പറഞ്ഞതല്ല. കരയരുത്. ഓർത്തപ്പോൾ ചുണ്ടത്ത് പുഞ്ചിരി വിരിഞ്ഞു. കൈ കുത്തി എഴുന്നേറ്റ് പുറംതിരിഞ്ഞു നിന്ന് രണ്ട് കൈയും നീട്ടിക്കുടഞ്ഞു. മുതുക് പിന്നോക്കം വളച്ചു കോട്ടുവായിട്ടു. എന്താ, ഉറക്കം വന്നു അല്ലേ? അമ്മ ഗ്ലാസുമായി പുറപ്പെട്ടു. ശരി, ഉറങ്ങ്.
രാവിലെ പതുക്കെ എണീറ്റാൽ മതി. ഓക്കെ, രാജി തലയാട്ടി. ആ, ശ്രീമാമ നാളെ എപ്പോഴാ പോണത്? അതിരാവിലെ പോവും. ഒന്നുമില്ല, ചോദിച്ചൂന്ന് മാത്രം. അമ്മ പൊയ്ക്കോളൂ, ഞാൻ ബാത്റൂമിൽ പോവാണ്. ശരി. അമ്മ പുറത്തു കടന്നപ്പോൾ വാതിലടച്ച് സാക്ഷിയിട്ടു. അപ്പോഴേ ശ്വാസം ശരിക്ക് വീണുള്ളൂ. അമ്മ ഒന്നും ചോദിച്ചില്ലെങ്കിലും പറഞ്ഞില്ലെങ്കിലും വലിപ്പിൽ കിടക്കുന്ന കത്ത് ബോംബ് പോലെ പൊട്ടിയേക്കുമെന്ന പേടി ഹൃദയത്തെ ഞെക്കുകയായിരുന്നു. ഇത്ര നേരവും. മുഖം സോപ്പിട്ട് കഴുകി തുടച്ചപ്പോൾ നേരിയ നീറ്റം തോന്നി. വിരൽത്തുമ്പുകൊണ്ട് തടവി നോക്കിയപ്പോൾ പ്രത്യേകിച്ചും. മുറിയിൽ തിരിച്ചെത്തി ഡ്രസ്സിംഗ് ടേബിളിൻ്റെ ലൈറ്റിട്ട് കണ്ണാടിയിൽ പരിശോധിച്ചു. അമ്മ പറഞ്ഞത് ശരിയാണ്. കരിവാളിച്ചിരിക്കുന്നു. വെയിലത്തേക്കാണ് പോകുന്നതെന്നറിഞ്ഞിട്ടും ക്രീം പൂശാഞ്ഞത് തെറ്റായി. കണ്ണാടിയുടെ മുൻപിൽ കുപ്പികളും ചെപ്പുകളും നിരന്നിരിക്കുന്നു. സാമഗ്രികളെല്ലാം ഉണ്ട്. ഒന്നും തുറക്കാറില്ല. എന്തിന് ക്രീം പുരട്ടണം? ലിപ്സ്റ്റിക് ഇടണം, പെർഫ്യൂം പൂശണം. ആർക്ക് കാണാൻ? കണ്ണാടിയുടെ മുൻപിൽ മണിക്കൂറുകൾ ചെലവഴിക്കാറുണ്ട്. ഇപ്പോൾ 5 മിനിറ്റ് വേണ്ട. തലമുടി ഒന്ന് പിന്നിക്കെട്ടണമെന്ന് മാത്രം. ഭംഗിക്കല്ല, പരിഷ്കാരത്തിനല്ല, ഒതുങ്ങിക്കിടക്കാൻ വേണ്ടി. മറ്റുള്ളതൊക്കെ എങ്ങനെയായാലെന്ത്? ആരെയും ബോധിപ്പിക്കേണ്ടതില്ലല്ലോ. വില്ലുകൊണ്ട് വീണ്ടും കവിൾ തടവി നോക്കി. നീറ്റം നല്ല പോലെയുണ്ട്. ഇങ്ങനെ തന്നെ വിട്ടാൽ തൊലി അടരും. ചൊറിച്ചിലും നീറ്റവും വർദ്ധിക്കും. അല്പം ലോഷൻ പുരട്ടാം. കുപ്പി തിരഞ്ഞെടുത്ത് തുറന്ന് മേക്കപ്പിന് ഇരുന്ന് കൊടുക്കാറുള്ളത് ഓർത്തു. ചുറ്റും ബൾബുകളുള്ള കണ്ണാടിയുടെ മുമ്പിൽ കണ്ണു പുളിക്കുന്നു. മേക്കപ്പുകാരൻ്റെ കറുത്ത് നീണ്ട വിരലുകൾ മുഖത്ത് പെരുമാറുന്നു. അവിടെയും ഇവിടെയും തോണ്ടുന്നു, തലോടുന്നു. വൃത്തിയിട്ട വിരലുകൾ. നഖത്തിനടിയിൽ നാനാ നിറത്തിലുള്ള ചായങ്ങൾ. ചെളി കെട്ടിയിരിക്കുന്നു. മൂക്കിനടുത്തെത്തുമ്പോൾ സ്പിരിറ്റിൻ്റെയും വിയർപ്പിൻ്റെയും ചായത്തിൻ്റെയും ഒക്കെ കൂടിയുള്ള ദുർഗന്ധം. അതിനേക്കാൾ അസഖ്യമാണ് സദാ മുറുക്കാൻ ചവച്ചുകൊണ്ടിരിക്കുന്ന വായയും കൊമ്പം മീശയും. മുടിയും വേഷവും കണ്ടാൽ കുളിച്ചിട്ടൊരു കൊല്ലമായെന്ന് തോന്നും. മേക്കപ്പിന് പെണ്ണുങ്ങളെ ആരെയും കിട്ടില്ലേ വാസുവേട്ടാ? ഇയാളൊരു വൃത്തിയിട്ട ശവമാണ്. അത് കണക്കാക്കേണ്ട. വാസുവേട്ടൻ ചിരിക്കുന്നു. അയാളൊരു ആർട്ടിസ്റ്റാണ്. ദ ബെസ്റ്റ് മാൻ ഇൻ മദ്രാസ്. മേക്കപ്പിൽ പിഴച്ചാൽ എല്ലാം പിഴച്ചു. അറിയോ? മേക്കപ്പ് ശരിയല്ലെങ്കിൽ സ്ക്രീനിൽ വരുമ്പോൾ കാണാം. 1/4 മണിക്കൂർ ഇരുന്ന് കൊടുത്തേ പറ്റൂ. ചിലപ്പോൾ അതിൽ കൂടുതലും. എന്നോ കഴിഞ്ഞതുപോലെ തോന്നുന്നു. ആശ്വാസത്തോടെ നെടുവീർപ്പിട്ടു. 2 മാസം ആവുന്നതേയുള്ളൂ. 2 കൊല്ലം കഴിഞ്ഞതുപോലെയുണ്ട്. കാലത്തിനും ദൂരത്തിനും അവനവൻ കൽപ്പിക്കുന്ന അകലമല്ലേയുള്ളൂ. കുപ്പി പതുക്കെ കുലുക്കി അടപ്പിൽ ഉറപ്പിച്ചിട്ടുള്ള ബ്രഷ് കൊണ്ട് മുഖത്ത് ലോഷൻ പുരട്ടി. പനിനീർ പൂവിൻ്റെ നിറമുള്ള കൊഴുത്ത ദ്രാവകം ചർമ്മത്തിൽ സ്പർശിച്ചപ്പോൾ ആദ്യം ഒരു നീറ്റവും ക്രമേണ കുളിരും അനുഭവപ്പെട്ടു. ഇക്കിളിയും. ഇഷ്ടപ്പെട്ട വിരലുകൾ കവിളത്ത് തലോടുന്ന പോലെ. പുരുഷന്റെ പരിപരിപ്പുള്ള അതേസമയം മൃദുലമായ വിരലുകൾ പിന്നിൽ നിന്ന് അരിച്ചരിച്ചെത്തുന്നു. താൻ തലചരിച്ച് മുഖമുയർത്തി നോക്കുന്നു. വാസുവേട്ടൻ്റെ ചിരിച്ച മുഖം താഴുന്നു. തൻ്റെ ശിരസിൽ താടി ഊന്നി കണ്ണാടിയിൽ നോക്കുന്നു. താൻ കവിളത്തണഞ്ഞ കൈയെടുത്ത് കഴുത്തിൽ ചുറ്റുന്നു. കണ്ണാടിയിൽ കാണാൻ എന്തൊരു രസമാണ്. കുനിഞ്ഞു നിൽക്കുന്ന വാസുവേട്ടൻ്റെ മുടിയിഴകൾ നെറ്റിയിൽ വീണ് കിടക്കുന്നു. ഗോപിക്കുറി പോലെയുള്ള നീല ഞരമ്പുകൾ. കൂട്ടുപുരിക. കണ്ണട ഊരിവെച്ച കണ്ണിൽ ഗൗരവത്തിന് പകരം ആർദ്രത. തലോടാൻ തോന്നിക്കുന്ന മീശ. ആ വല്ലാത്ത പുഞ്ചിരി. താഴെ തൻ്റെ കൊച്ചുമുഖം. വാസുവേട്ടൻ്റെ വലിയ മുഖത്തോട് താരതമ്യപ്പെടുത്തുമ്പോൾ തൻ്റേത് എത്ര കൊച്ചാണ്. വാസുവേട്ടൻ നെറുകയിൽ ഉമ്മ വെച്ച് വിരലുകൾ കൊണ്ട് നൈറ്റ് ഡ്രസ്സിൻ്റെ കോളറിൽ തെരിപ്പിടിക്കുന്നു. ചെമ്പകപ്പൂവിൻ്റെ നിറമുള്ള നൈലക്സ് നൈറ്റ് ഡ്രസ്. ബേബി ഡോൾ മട്ടിലുള്ളത്. വലിയ നീലപ്പൂവുകളുണ്ട്. തൊടുമ്പോൾ നല്ല മിനുസം. ഞൊറിഞ്ഞു വീണ് കിടക്കുന്നത് കാണാൻ നല്ല രസമാണ്. കണ്ണാടിയിൽ പ്രതിബിംബത്തിൻ്റെ ഉടലിൻ്റെ വടിവുകൾ വ്യക്തമായി കാണാം. പെട്ടെന്ന് നാണം തോന്നുന്നു. വാസുവേട്ടൻ്റെ കൈകൾ നീങ്ങി നീങ്ങി ഇക്കിളി താങ്ങാനാവാതെ എഴുന്നേറ്റു മാറുന്നു. ചിരിച്ചുകൊണ്ട് ജനാലയ്ക്കിലേക്ക് ഓടുന്നു. പുറത്ത് പൂനിലാവിൽ ആറാടി നിൽക്കുന്ന തെങ്ങിൻ തോപ്പും കടൽക്കരയും. കണ്ണെടുക്കാതെ നോക്കിക്കൊണ്ട് നിൽക്കുന്നു. അടുത്തേക്ക് വരുന്ന വാസുവേട്ടൻ്റെ മൃദുവായ കാലൊച്ച ശ്രദ്ധിച്ചുകൊണ്ട് ഉത്കണ്ഠയോടെ, പ്രതീക്ഷയോടെ, ലജ്ജയോടെ, അല്പം ഭയത്തോടെ അറിയാതെ മൂളിപ്പാടുന്നു. തുറന്നിട്ട ജാലകങ്ങൾ അടച്ചോട്ടെ, തൂവൽ കിടക്ക വിരിച്ചോട്ടെ, നാണത്തിൽ മുക്കുമീ മുത്തുവിളക്കിൻ്റെ
മാണിക്യ കണ്ണൊന്നു പൊത്തിക്കോട്ടെ. ഠേ! ഞെട്ടലോടെ കവിളത്തു നിന്ന് കൈയെടുത്ത് പകച്ചു നോക്കി. ഒന്നും വ്യക്തമല്ല. എവിടെയാണ്? എന്താണ്? വാതിൽക്കൽ ആരോ മുട്ടിയോ? ചെവിയോർത്തു. ഇല്ല. കണ്ണു തിരുമ്മി മിഴിച്ചു നോക്കി. കണ്ണാടിയിലെ മുൻപിലിരിക്കുകയാണ്. കൈവിരലുകളിൽ എന്തോ ഒട്ടുന്നു. ഇളം ചുമപ്പുള്ള ലോഷനാണ്. താൻ മുഖത്ത് ലോഷൻ പുരട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നുവെന്ന ബോധം മനസ്സിൽ തെളിഞ്ഞു. തിരശ്ശീലയിൽ പുതിയൊരു രംഗം ഫെയ്ഡിൻ ചെയ്യുന്നത് പോലെ. ബ്രഷ് വലത്തെ കയ്യിൽ തന്നെയുണ്ട്. കുപ്പി താഴെ വീണിരിക്കുന്നു. ഡ്രസ്സിംഗ് ടേബിളിന്മേലല്ല. കുനിഞ്ഞ് അടിയിൽ നോക്കി. അവിടെയുണ്ട്. ഭാഗ്യവശാൽ ഒരു തുള്ളിയും പുറത്തു പോയിട്ടില്ല. അതെടുത്ത് വീണ്ടും മുഖത്ത് ലോഷൻ പുരട്ടാൻ ആരംഭിച്ചു. വേണ്ടാത്തതൊക്കെ ആലോചിച്ചു പോയി. ശപിക്കപ്പെട്ട കഠിനമായ വെറുപ്പും അമർഷവും തോന്നി അവനവനോട് തന്നെ. കൈ പൊള്ളിയതാണ്. കൈ മാത്രമല്ല, മേലാസകലം പൊള്ളിയതാണ്. എന്നിട്ടും അതെല്ലാം ഓർമ്മിച്ചോമനിക്കുന്നു. പൊള്ളിച്ച തീനാളത്തെ പൂച്ചുണ്ട് പോലെ താലോലിക്കുന്നു. അരുത്, അരുത്. കുപ്പി താഴെ വെച്ച് എഴുന്നേൽക്കാൻ ഭാവിക്കുമ്പോൾ വെറുതെ അല്പൊന്ന് തുറന്നു നോക്കി. എഴുത്ത് പാതി നിവർന്നു കിടക്കുന്നു. എടുത്ത് കീറിക്കളഞ്ഞാലോ എന്നാലോചിച്ചു. വരട്ടെ, പിന്നീടാവാം. വലിപ്പടച്ചെഴുന്നേറ്റ് കിടക്കയിലേക്ക് നടക്കുമ്പോൾ കാൽവയ്പ്പുകൾക്ക് ഉറപ്പ് പോരെന്ന് ശങ്ക തോന്നി. പതിവില്ലാത്തവണ്ണം കൊതുകുവല തൂക്കാനുള്ള ഫ്രെയിമിൽ പിടിച്ചു. കൈ വിറച്ചിരുന്നു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, 4-ാം ഭാഗം ഇവിടെ കഴിയുന്നു. 5-ാം ഭാഗത്തിൻ്റെ 1-ാം അധ്യായവുമായി വേഗമെത്താം. എല്ലാവർക്കും നന്ദി.